ഹലോ ചങ്കുകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്? എനിക്ക് സുഖമാണ്. ഇന്നത്തെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇന്നത്തെ വിശേഷം എല്ലാവരും നമ്മുടെ രേണു സുധിക്കൊക്കെ ബാഡ് കമൻ്റ് ഇട്ട യൂട്യൂബേഴ്സിനൊക്കെ പണി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ബാഡ് കമൻ്റ് ഇടുന്നത് വളരെ നോക്കിയും കണ്ടും വേണം. ഇപ്പോൾ ഉടനെ തന്നെ പണിയിട്ട് ഒന്നും പറയണ്ട, ചുമ്മാതൊരു വാക്ക് പറഞ്ഞാൽ പോലും പണിയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കമൻറ്റുകൾ ഇടുന്നത്. ആരൊക്കെ ഹർട്ടാവാതെയും എല്ലാവർക്കും ഒന്നും ഫീലാവാതെയും തരത്തിലുള്ള അങ്ങനെയുള്ള കമൻറ്റുകൾ വേണം എല്ലാവരും ഇടേണ്ടുന്നത്. നമ്മളെല്ലാവരും യൂട്യൂബേഴ്സാണ്, നമ്മൾ കുഞ്ഞ് യൂട്യൂബേഴ്സും ഒക്കെയാണ്. അപ്പോഴേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. രേണു സുധിയുടെ ഒരു കാര്യം ഇന്ന് ഞാൻ കണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് തന്നെ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം കണ്ട കാര്യങ്ങളാണ്, അതിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇപ്പം ഇങ്ങോട്ടെടുത്ത് നോക്കിയപ്പം യൂട്യൂബിലൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയപ്പം കാണാം സർവ്വത്ര പീഡനവും മരണവും തന്നെ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇനി എങ്ങനെയാണ് ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചയപ്പിക്കുന്നത്? ഒരു രക്ഷയില്ല. എത്രയൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടാലും ആകെപ്പാടെ പ്രശ്നമാണ്. ഒന്ന് പറഞ്ഞ് ഇവരാരും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഉടനെ വീട്ടുകാരെ അറിയിച്ച് അല്ലെങ്കിൽ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞങ്ങ് പോയാൽ പോരെ. ഈ ജീവിതം എന്തിനാ പാഴാക്കുന്നത്? ഒരു ജീവിതം നമുക്ക് സ്വന്തമായിട്ട് പിന്നെ തിരിച്ചു തരാൻ പറ്റത്തില്ല. എല്ലാവരും അത് മനസ്സിലാക്കണം. നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതം നമ്മൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ജീവിക്കുമെന്ന്. കാരണം നമുക്ക് നല്ല വിദ്യാഭ്യാസവും തന്ന് നമുക്ക് എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്യാനുള്ള ആവതുണ്ടെങ്കിൽ നമ്മൾ പോയി ജോലി ചെയ്ത് ജീവിക്കുക. നമുക്ക് കെട്ടിക്കൊണ്ട് ചെന്ന വീട്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണെങ്കിൽ ആദ്യം തന്നെ അവിടെ നിന്ന് പോവുക, അപ്പോഴേ പോവുക. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ലൈഫ് ഒന്ന് ഫെയിലിയർ ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ലൈഫ് ഉടനെ തന്നെ കിട്ടുന്നത് അത്ര മോശമായിരിക്കത്തില്ല. അന്നേരം ആദ്യത്തെ ഫെയിലിയറും പരാജയങ്ങളും ആ പരാജയമെല്ലാം കിടക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ലൈഫ് മാക്സിമം ഇവർ മുന്നോട്ട് കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അഡ്ജസ്റ്റബിളായിട്ട് തന്നെ പോകും. അന്നേരം അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മളെ വീട്ടുകാരെന്തിനാണ് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച്? അത് മാത്രമാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, എല്ലായിടത്തും ഒരു കൊച്ചുങ്ങൾ, ഇതൊക്കെ ഉള്ളു. കൂടിപ്പോയാൽ 2, ഇത്ര തന്നെ ഉള്ളത്. ഈ ആകെ ഒരു മുറിയും കൊച്ചുങ്ങളുള്ളത് ഒക്കെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മരിച്ചാൽ എങ്ങനെയാണ് സഹിക്കുന്നത്? നിങ്ങൾ തന്നെ പറ. എല്ലാവരും അവരവരുടെ വീക്ഷണത്തിൽ നിന്ന് ചിന്തിച്ച് എല്ലാവരും തീരുമാനം എടുക്കുക. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ആരും മരിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുക. ഇതേ ഉള്ളൂ മാർഗം. അല്ലാതെ നമ്മളെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ലെന്ന് മനസ്സിലാക്കുക. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണെങ്കിൽ ജോലി സ്ഥലത്തെങ്കിലും പ്രശ്നം കാണും. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചെങ്കിൽ ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റൂ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, അതുകൊണ്ട് എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക. നല്ല ജോലിയൊക്കെ ചെയ്ത് കൈ നിറയെ കാശൊക്കെ കിട്ടുക. അതൊക്കെ കൊണ്ട് അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുക. കാരണം എല്ലാ കുട്ടികളും ഇപ്പം നല്ല എഡ്യൂക്കേറ്റഡ്. അതാണ്ട് ഇന്ന് ഞാൻ കണ്ട് പത്രത്തിൽ ഇതാണ്ട് ഇവിടെ ഏതോ ഒരു കോളേജിൽ എങ്ങാണ്ട് വെച്ച് ജോബ് ഫെയർ നടത്തുന്നു. അത് കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷനാണ്. എനിക്ക് ഈ സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് ജോലിക്ക് അവിടെ പോകണമെന്നുള്ളത്. എൻ്റെ വയസ്സിനെ പോലും ഞാൻ മാനിക്കുന്നില്ല. ഇത്രയും പ്രായമായെന്ന് പോലും ഞാൻ ചിന്തിക്കാതെയാണ്. എൻ്റെ ആ മനസ്സിൻ്റെ സ്പിരിറ്റാണ് ജോലിക്ക് പോകണം എന്നുള്ള. ഈ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ജോബ് ഫെയറിന് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്ന ജോലിയെ ചെയ്യത്തോളെന്നൊന്നും ആരും വിചാരിക്കരുത്. കിട്ടുമ്പം ഒരു നമുക്കൊന്ന് പിടിച്ചു കയറാനുള്ള ഒരു വള്ളി, ഒരു കച്ചിത്തുരുമ്പ് ആദ്യം നമുക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവസരങ്ങൾ താനേ വന്നുള്ളൂ. അതിൽ പിടിച്ച് നമുക്കങ്ങ് കയറിപ്പോവാം. അതുകൊണ്ട് എല്ലാവരും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. ഈ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ അടുത്ത മാസം ഓണമൊക്കെ വരാൻ പോവുക. എൻ്റെ പൊന്ന് കൂട്ടുകാരെ, നിങ്ങളാരും ആത്മഹത്യ ഒന്നും ചെയ്യരുത്. ഒരു പയ്യൻ്റെ ഫോട്ടോ ഇപ്പം ഞാൻ കണ്ടായിരുന്നു. ആ പയ്യനും വൈഫ്
ഗൾഫിലെങ്ങാണ്ട് നല്ല ജോലി തേടി പോയിട്ട് അവിടുന്ന് ആരെയോ അവിടുന്ന് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് പുത്രനെയും അങ്ങ് കൊണ്ടുപോയപ്പോഴത്തേനും ഒരു മോനേ ഉള്ളൂ. അതിനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഈ പയ്യൻ. എനിക്കറിഞ്ഞൂടെ എന്തിനാണോ എന്തോ ഒരു സുന്ദര കുട്ടൻ കണ്ടിട്ട് എന്തിൻ്റെ കേടാണോ എന്തോ. ഇവർക്കൊക്കെ വേറെ കല്യാണം കഴിച്ചാൽ പോരെ, ഇവർക്ക് ആ ലൈഫ് തന്നെ വേണമെന്നും പറഞ്ഞ് നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടാന്ന് വെച്ചാലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതും തന്നെ ചിന്തിച്ചും കൊണ്ടിരുന്നാൽ നമ്മൾ ബലിയാടാവത്തേ ഉള്ളൂ. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നഷ്ടവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഇല്ല 5-ാമത്തെ ദിവസമുള്ള സഞ്ചയനവും കഴിഞ്ഞ് 16 കഴിഞ്ഞ് കിടക്കുന്നു, തീർന്ന്. പിന്നെ ആരും ഓർക്കത്ത് കൂടിയില്ല, കാരണം അതിനൊന്നുള്ള സമയമില്ല. എല്ലാവരും ബിസിയാണ്. എന്ന് വെച്ചാൽ എല്ലാം അണുകുടുംബങ്ങളാണ്. ഇവർക്കൊക്കെ ഭയങ്കര അവരുടേതായ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണും. നമ്മളെ ഒന്നും പിന്നെ ആരും ഓർക്കത്ത് പോലുമില്ല. അതുകൊണ്ട് ഈ ഉള്ള ജീവിതം സന്തോഷത്തോടു കൂടി അങ്ങ് ജീവിച്ച് തീർക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്തല്ല ഈ കുറേ കൊടുത്തങ്ങ് അയക്കുന്നത് കൊണ്ടാണ് ചിലയിടത്തൊക്കെ വിഷയം. എത്ര കിട്ടിയാലും മതിയാവാത്ത ചില കൂട്ടരുണ്ട്. അവരെ കാരണമാണ് ഈ മിക്ക മരണങ്ങളും നടക്കുന്നത്. ഇങ്ങനെയൊന്നും ആരും ചെയ്യണ്ട. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, അപ്പോഴേ തിരിച്ചു പോരുക. വീട്ടുകാരൊക്കെ നമ്മളെ വേണ്ടേ, നമ്മൾ ജോലി ചെയ്യുക. നമ്മൾ ജോലിക്ക് പോയി നമുക്ക് എവിടെയെങ്കിലും നിൽക്കുക, ഒരു സ്ഥലം കണ്ടുപിടിച്ച് സുഖമായിട്ട് ജീവിച്ചു പോവുക. ഇപ്പം പെൺപിള്ളേരെല്ലാം നല്ല ബോൾഡായിട്ടാണ് വരേണ്ടുന്നത്. ഇനി ബോൾഡ് ആവാതെ വരുന്ന കുറച്ച് കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതുള്ള കുട്ടികളെല്ലാം ഇനി ഡൈവേഴ്സ് ചെയ്ത് ഇനി മാറി വേറെ കല്യാണം കഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഇതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരു മുറി അരമുറി കൊച്ചുങ്ങളെല്ലാ വീടുകളിലും ഇപ്പോൾ കുറവാണ് എണ്ണം പൊതുവെ. അങ്ങനെയാണ് കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതൊക്കെ വലിയ കഷ്ടമാണ്. വീട്ടുകാരെയും കൂടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. എന്ത് സഫറിങ്സാണ്. ഒരു കുഞ്ഞിനെ വളർത്തി ഇത്രയും ആക്കി ഒരു പൊസിഷനിലൊക്കെ ആക്കി അവർക്ക് എന്തോരം പ്രതീക്ഷകളായിരിക്കും. അത് മാത്രമല്ല നമ്മളല്ലേ ഉള്ളവർക്ക് എന്താ അതാരും ചിന്തിക്കാത്ത. നമ്മുടെ പേരൻസിന് നമ്മളെപ്പോഴും മനസ്സിലാ ചിന്ത വേണം. നമ്മളാക്കിയതാരാണ്? നമ്മുടെ പേരൻസാണ്. അപ്പം നമുക്ക് ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം. പലർക്കും വേണ്ടി ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി നമ്മളെ ജീവിതം കളയാതെ നമ്മളെ പേരൻസിന് വേണ്ടിയും നമ്മുടെ വീട്ടുകാരെ പറ്റി ഒരു നിമിഷം ചിന്തിച്ച് അവരെന്തോരം വേദനിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ ഒന്നും ചെയ്യരുത്. എല്ലാ കൂട്ടുകാരും ജീവിക്കുക, ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരും. അതുപോലെ തന്നെ രേണുസുധിയെ കണ്ടുപഠിക്കണം. രേണുസുധി എന്തോരം പോസിറ്റീവാണ്. ഇത്രയും പ്രതിസന്ധിയിലാണ്, എന്തോരം അസുഖങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി ഓർത്താൽ നമുക്ക് സഹിക്കത്തില്ല. നമ്മുടെ മനസ്സിനകത്ത് അങ്ങ് ഭയങ്കര ദുഃഖമോ. കാര്യമെന്ന് വെച്ചാൽ യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും എന്തെടുത്താലും രേണുസുധിയാണ് അവിടെ താരം. ഇപ്പോഴിത്രയും സുഖമില്ലെങ്കിൽ അത് തന്നെയാണ്, അത് ആ കൊച്ചിൻ്റെ ഭാഗ്യമാണ്. എന്തായാലും എല്ലാ അസുഖങ്ങളും മാറി മിടുക്കി കുട്ടിയായിട്ട് ഇനിയും പുതിയ പുതിയ റീൽസും ഒക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. കൂടുതൽ സുഖപ്പെടട്ടെ, അസുഖമെല്ലാം മാറി മിടുക്കി കുട്ടിയായിട്ട് വരണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ളതും പറ്റുന്നതും എൻ്റെ ഈ ചിന്ത കൊണ്ടാണ്. എനിക്കും ജീവിക്കണം, എനിക്കും എന്തെങ്കിലുമൊക്കെ നേടണം, ചെയ്യണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ ഇരുന്നതെല്ലാം പറയുന്നത്. എല്ലാവരും ജീവിതത്തെ മനസ്സിലാക്കുക. ആരുടെയും ജീവിതം ത്യജിക്കരുത്. നമ്മൾക്ക് സ്വയം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ഒരു അവകാശമില്ല. ഭഗവാൻ തന്ന നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ഇപ്പോൾ എന്തിന് പോയാലും ശമ്പളമെല്ലാം കിട്ടത്തില്ലേ ജീവിക്കാൻ. നമുക്ക് പ്രധാനം പൈസ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ അതിന് വേണ്ടുന്ന ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നേടിയിട്ട് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. പൊരുത്തപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ അപ്പോഴേ കളയുക. അടുത്ത നമുക്ക് അതിനേക്കാട്ടിലും ബെറ്ററായിട്ടുള്ള നമ്മളെ സ്നേഹിക്കുന്ന വേറൊരു ആളെവിടെയോ ഉണ്ട്. ഭയങ്കരമായൊരു ലൈഫ് നമുക്കുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പം ഇത് കണ്ടതുകൊണ്ട് ഇത് പറഞ്ഞില്ലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. കാരണം നമുക്ക് മക്കളും എല്ലാം ഉള്ളതാണ്, എല്ലാ കുട്ടികളും. അതുകൊണ്ട് നല്ലതുപോലെ സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. നമ്മളെ ആര് മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ എല്ലാ ചങ്കുകൾക്കും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഞാൻ എല്ലാ കൂട്ടുകാരുടെയും
വീഡിയോസ് കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് 15,000 ഫോളോവേഴ്സായി, അതിൽ കൂടുതലായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തന്നെ ഒരു പ്രചോദനം. അപ്പോൾ ഞാൻ വയ്ക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.